മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുന്നതിനും മുടി സമൃദ്ധമായിട്ട് വളരുന്നതിനും നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട വൈറ്റമിനുകളും മിനറലുകളും ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കാരണം കുഞ്ഞിലെ തന്നെ ഇങ്ങനെ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ എന്ന പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന കഷണ്ടി പോലുള്ള അവസ്ഥയും നരയും മാറാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയെ. ആദ്യത്തെ നമ്മുടെ വൈറ്റമിൻ ഡി ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മുടി കൃത്യമായി വളരുന്നില്ല, പ്രത്യേകിച്ച് ഒരു മാസം മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ട് കേട്ടോ. ഇത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണേ. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും, മുടി നേർത്ത് പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഹെയർ ഫോളിക്കുകൾ തലയിലുണ്ടാവുകയുള്ളേ. അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്.